ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഇവിടെ മാധ്യമങ്ങളെയും കോടതി വിധിയുണ്ട് അദ്ദേഹത്തിനെതിരെ. ഞാൻ പറഞ്ഞു കഴിയട്ടെ സാർ, അങ്ങ് ആ കോടതി വിധി ഉണ്ടാവില്ല, അത് കോടതിയിൽ വെച്ചോ. നിങ്ങൾ എന്തൊരു അലമ്പായി കാണിക്കുന്നത്? CPM-ന്റെ മുതിർന്ന നേതാക്കന്മാർക്കെതിരെ ആരോപണം ഉന്നയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഇതിനൊന്നും മറുപടി പറയാതെ ഈ പരാതി പറയുന്ന ആൾക്ക് ഇത് ഉന്നയിക്കാനുള്ള അവകാശമേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടും ഈ ആരോപണങ്ങളൊക്കെ മാതൃഭൂമി പോലത്തെ ഒരു സ്ഥാപനം ഉന്നയിക്കാനേ പാടില്ലായിരുന്നു എന്ന ഭീഷണി കൊണ്ടും നിങ്ങൾ ആരുടെ വായടപ്പിക്കുമെന്നാണ് വിചാരിക്കുന്നത്? ശ്രീ ശങ്കുട്ടി ദാസ്, CPM എന്ന പാർട്ടിക്ക് കൊടുത്തിട്ടുള്ള ഒരു പരാതി ആയിരുന്നു ഇത്. പുറത്തൊരു നമ്മുടെ ഏതെങ്കിലും ഏജൻസികൾക്ക് സംവിധാനങ്ങൾക്ക് കൊടുത്ത പരാതി ആയിരുന്നില്ല. പക്ഷേ ഇത് ഇപ്പോൾ ഒരു കോടതി രേഖയായി മാറിയിരിക്കുകയാണ്. ഇത് മാനനഷ്ട കേസ് കൊടുത്ത ഈ കാര്യത്തിലെ ആരോപണ വിധേയൻ എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ ഈ ഷർഷാദിന്റെ ഭാഷയിൽ ആരോപണ വിധേയനായ രാജേഷ് കൃഷ്ണ ഒരു മാനനഷ്ട കേസ് കൊടുത്തു. അതിന്റെ ഭാഗമായി ഈ പറഞ്ഞ പരാതി തന്നെ ഹാജരാക്കപ്പെടുന്നു. കുറച്ച് കൗതുകമുണ്ട്, കാരണം അങ്ങനെ ഇത് കോടതി രേഖയായി മാറി, എല്ലാ കക്ഷികൾക്കും കിട്ടി. സ്വാഭാവികമായി അതൊരു പൊതുരേഖയായി മാറി, വലിയ രാഷ്ട്രീയ വിവാദം ഉണ്ടായി. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നൊക്കെയുള്ളത് ആളുകൾക്ക് കൗതുകകരമാണ്. ഇനി ഇതിൽ എന്ത് സംഭവിക്കുമെന്നാണ് വിചാരിക്കുന്നത്? ഇതിലെ രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളത് എത്രമാത്രം ശ്രമകരമാണ് എന്നൊക്കെയുള്ളത് ഇനി വരാൻ പോകുന്ന നാളുകളിലെ മനസ്സിലാവുകയുള്ളൂ. പക്ഷേ ഈ കേസിൽ എന്ത് സംഭവിക്കുമെന്ന് തോന്നുന്നു? നമുക്ക് നിയമപരമായി ഡൽഹി ഹൈക്കോടതിക്ക് മുമ്പിലെ കേസിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ആരോപണങ്ങൾ, രാഷ്ട്രീയ ആരോപണങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളത് പ്രയാസമാണ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വാദത്തിൽ പറയാം. പക്ഷെ അങ്ങനെ ഗൗരവമായിട്ടുള്ളൊരു രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കപ്പെടുന്ന സാഹചര്യത്തിൽ അത് വിശദീകരിക്കേണ്ട ഒരു പ്രാഥമിക ബാധ്യതയില്ലേ? ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇലക്ഷൻ കമ്മീഷനെതിരെ ആരോപണം ഉന്നയിക്കുന്നു. ആരോപണത്തിൻ്റെ അതിൻ്റെ തോത് എന്താണ്, അതിൻ്റെ ശക്തി എന്താണ്, അതിൻ്റെ മെറിറ്റ് എന്താണെന്നുള്ളതൊക്കെ വേറെ പ്രശ്നം. ഇലക്ഷൻ കമ്മീഷൻ വിശദീകരിക്കണമെന്ന് നിങ്ങൾ എല്ലാവരും ആവശ്യപ്പെടുന്നുണ്ടല്ലോ. ഈ CPM പ്രതിനിധി ആവശ്യപ്പെടുന്നുണ്ടല്ലോ, കോൺഗ്രസ് പ്രതിനിധി ആവശ്യപ്പെടുന്നുണ്ടല്ലോ. രാജ്യത്തുടനീളം എന്തെങ്കിലും ഒരു വിഷയം നടക്കുന്ന സമയത്തെല്ലാം പ്രധാനമന്ത്രി ആ കാര്യത്തിൽ പ്രതികരിക്കണമെന്ന് നമ്മളെല്ലാവരും ആവശ്യപ്പെടുന്നുണ്ടല്ലോ. അങ്ങനെ ഇരിക്കെ ഇവിടെ എന്താണ് നമ്മുടെ മുന്നിലുള്ള വിഷയം? അതായത് രാജ്യത്ത് നിലനിൽക്കുന്ന നിരവധിയായിട്ടുള്ള നിയമങ്ങൾ, PMLA പോലെ, FEMA പോലെ, FERA പോലെ വിദേശ ധനവിനിമയവുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് അനധികൃത ധനവിനിമയം നടത്തിയെന്നും അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയെന്നും കള്ളപ്പണം കടത്തിയെന്നും കള്ളപ്പണം വെളുപ്പിച്ചു എന്നും ആരോപിക്കപ്പെടുന്ന ഒരു വിവാദ വ്യവസായിയുടെ ബിനാമിയാണ്, അല്ലെങ്കിൽ ഒരു വിവാദ വ്യവസായി കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള പല CPM നേതാക്കളുടെയും ബിനാമിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ CPM-ൽ കൊടുത്തിട്ടുള്ള ഒരു പരാതി ഈ പറയുന്ന ആൾ തന്നെ പുറത്തുവിട്ടു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്? ഇദ്ദേഹത്തിൽ P. ശ്രീരാമകൃഷ്ണൻ, ശ്യാം ഗോവിന്ദൻ, MP രാജേഷ്, തോമസ് ഐസക്. ഇതിൽ 3 പേര് മന്ത്രിമാർ, ഒരാൾ സ്പീക്കർ. ശ്യാം ഗോവിന്ദൻ എന്ന് പറയുന്നത് നിലവിലെ പാർട്ടി സെക്രട്ടറിയുടെ മകൻ. ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കേണ്ട, ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെ അഭിമുഖീകരിക്കേണ്ട, ഇതിലെ പാർട്ടിയുടെ പക്ഷം എന്താണ്, ഈ പറയുന്ന ആളുകളുടെ പക്ഷം എന്താണെന്ന് വിശദീകരിക്കേണ്ട ഒരു ബാധ്യതയെങ്കിലും ഇല്ലേ? ഇത് അസംബന്ധമാണ്. അല്ലെങ്കിൽ ഈ ആരോപണം ഉന്നയിക്കുന്ന ആൾക്ക് ആരോപണം ഉന്നയിക്കാനുള്ള ധാർമ്മികാധികാരമില്ല. അയാൾ ഗാർഹിക പീഡന പരാതിയുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ പ്രതിയാണ്. നോക്കി എത്ര എളുപ്പത്തിലാണ് അവർ ഷർഷാദ് എന്ന് പറയുന്ന ആളെ അങ്ങനെ ഡിസ്ക്രെഡിറ്റ് ചെയ്തത്. അയാളുടെ മുൻ ഭാര്യ അയാൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഷർഷാദിന്റെ പരാതി പ്രകാരം ഈ പറയുന്ന റത്തീന എന്ന് പറയുന്ന സംവിധായകി പ്രതിയാണ്. ഈ പറയുന്ന രാജേഷ് കൃഷ്ണയുടെ അനധികൃത ധനസമ്പാദനത്തിലും ധന ഇടപാടിലും ഒക്കെ പങ്കാളിയായി എന്ന് ആരോപിക്കപ്പെടുന്ന ആളാണ്. അങ്ങനെ ഒരു കേസിലെ പരാതിക്കാരനെ സംബന്ധിച്ച് ആ കേസിലെ ആരോപണ വിധേയ വിവാഹമോചനത്തിന് ശേഷം ഉന്നയിക്കുന്ന ആരോപണം എങ്ങനെയാണ് ഒരു ഡിഫൻസ് ആവുന്നത് എന്നുള്ളത് ആദ്യത്തെ പ്രശ്നം. 2, ഗാർഹിക പീഡന കേസിൽ പ്രതിയായിട്ടുള്ള ആളുകൾക്കൊന്നും പിന്നീട് പൊതുസമൂഹത്തിന് മുമ്പിൽ സംസാരിക്കാനുള്ള അധികാരമില്ലേ? അങ്ങനെയാണോ ശ്രീമാൻ വസീഫിന്റെ വാദം? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിലവിലെ പൊതുമരാമത്ത് മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസ് ഗാർഹിക പീഡന കേസിലെ പ്രതിയായിരുന്നില്ലേ? അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, ഈ ചർച്ചയിൽ ഞാനത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഗുരുതരമായ രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഗാർഹിക പീഡന പരാതി കൊടുത്തിരുന്നില്ലേ? അതിന്റെ മേലെ കോടതിയുടെ വിചാരണ ഉണ്ടായിരുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് റിയാസിന് ഇനി ഒരു പൊതുവിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയിലും ഒരു ചാനലിലും സംസാരിക്കാനുള്ള അധികാരമില്ല എന്നങ്ങ് വാദിക്കുമോ? അപ്പോൾ ഷർഷാദിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനുള്ള പ്രശ്നം അവിടെ നിൽക്കട്ടെ. ഇവിടെ നമ്മുടെ മുന്നിലുള്ള ഇഷ്യൂ എന്താണ് ഷർഷാദിന്റെ പരാതിയിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം? ഇവിടെ മാധ്യമങ്ങളെയും കോടതി വിധിയുണ്ട് അദ്ദേഹത്തിനെതിരെ. ഞാൻ പറഞ്ഞു കഴിയട്ടെ സാർ, അങ്ങ് ആ കോടതി വിധി ഉണ്ടാവില്ല, അത് കോടതിയിൽ വെച്ചോ. നിങ്ങൾ എന്തൊരു അലമ്പായി കാണിക്കുന്നത്? കോടതി വിധി ഉണ്ടാവില്ല, അത് കോടതിയിൽ വെച്ച് ഒത്തുതീർപ്പായിട്ടുള്ള കേസല്ല. കേസിന്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ആ കേസിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് 2015 ഫയൽ ചെയ്യപ്പെട്ടിട്ടുള്ള കേസാണ്. അത് കോടതിയിൽ വെച്ച് മീഡിയേഷനിൽ സെറ്റിൽ ചെയ്യപ്പെട്ടിട്ടുള്ള കേസാണ്. രണ്ടാളും ഡിവോഴ്സിന് സമ്മതിച്ചിട്ടുള്ളതാണ്. ചെലവിന് കൊടുക്കാതെ മുഹമ്മദ് റിയാസ് സമ്മതിച്ചിട്ടുമുണ്ട് ഇല്ലേ? അതിന്റെ അടിസ്ഥാനത്തിൽ 10,000 രൂപ ചെലവിന് കൊടുക്കുന്നില്ലേ? അതിൽ വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മുഹമ്മദ് റിയാസ് മാത്രമാണോ? വേറെ ആരും ഞാനതൊന്നും പറഞ്ഞു അല്ല. അപ്പൊ കേസ് ഉണ്ടായിരുന്നോ?
വെറുതെ കേസ് എന്തിനാണ് ഉണ്ടായിരുന്നു, വെറുതെ കേസുള്ള ആളുകളൊന്നും പിന്നെ ചർച്ചയിൽ സംസാരിക്കാൻ പാടില്ലേ? മറ്റുള്ളവരുടെ തലയിലേക്ക് കൊണ്ടുവരുന്നത്? വിഷയം മാറിപ്പോണ്ടാ. ഞാൻ നിങ്ങൾ പറഞ്ഞ വാദത്തിനാണ് മറുപടി പറഞ്ഞത്. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഈ ആരോപണം ആരാ പറഞ്ഞ വാദമല്ല, കോടതിയിൽ നിന്നുള്ള ഇത് അംഗീകരിക്കരുത് ശ്രീ അഭിലാഷ്. ഈ ഷർഷാദിനെതിരെയുള്ള ഗാർഹിക പീഡന കേസല്ലല്ലോ, പക്ഷെ ഈ പറഞ്ഞ ഡിവോഴ്സും ഭാര്യയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിലും ഒക്കെ ഇതിലൊരു റോൾ വഹിക്കുന്ന ഒരു കാരണം ഈ എന്റെ കുടുംബം തകർത്തു എന്നതാണ് ഷർഷാദിന്റെ ആത്യന്തികമായ പ്രശ്നം. അതിനെ തുടർന്നാണ് ബാക്കി ആരോപണങ്ങളൊക്കെ വരുന്നത് എന്ന പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ അല്ലാതെ ഇത് ഈ പറഞ്ഞ ആരോപണങ്ങൾ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആയി നിൽക്കുന്ന ആരോപണങ്ങളല്ല. ആത്യന്തികമായ പ്രശ്നം കുടുംബം തകർത്തു എന്നുള്ളതാണ്. ശശാങ്കു കണ്ടിന്യൂ ചെയ്യൂ. ഷർഷാദിന്റെ ആരോപണം തന്നെ ഈ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ആള് തന്റെ ഭയങ്കരമായിട്ടുള്ള രാഷ്ട്രീയ സ്വാധീനവും നേതാക്കളുമായിട്ടുള്ള ബന്ധമൊക്കെ കാണിച്ചുകൊണ്ട് ഇവരെ ഭ്രമിപ്പിക്കുകയും ഇവരെ തന്നിൽ നിന്ന് അകറ്റുകയും തന്റെ കുടുംബജീവിതം തകർക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ ഷർഷാദിന്റെ സാമ്പത്തിക ആരോപണങ്ങളിൽ പോലും മറ്റാൾ എതിർപക്ഷത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് അവരതിന് നടത്തുന്ന ഒരു ഡിഫൻസ് എങ്ങനെയാണ് നമുക്ക് ചർച്ചയിൽ ഷർഷാദിനെതിരെയുള്ള ഒരു ആരോപണമായിട്ട് ഉന്നയിക്കാൻ പറ്റാനുള്ള സംശയമുണ്ട്. രണ്ടാമത് ഈ ഷർഷാദ് ഈ പരാതി കൊടുക്കുന്ന എന്ത് അടിസ്ഥാനത്തിലാണ്? അദ്ദേഹം പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്തുള്ള പരാതിയുടെ ആദ്യ ഭാഗം മാത്രം ഞാനത് വായിക്കാം. കണ്ണൂർ ന്യൂമാഹി പെരിങ്ങാടി സ്വദേശിയായ മുഹമ്മദ് ഷർഷാദ് എന്ന ഞാൻ 90കളുടെ തുടക്കം മുതൽ നാട്ടിൽ CPIM പെരിങ്ങാടി ബ്രാഞ്ച് അംഗം, കൂടാതെ വർഗ ബഹുജന സംഘടനകളുമായി ബന്ധപ്പെട്ട് DYFI മേഖലാ ജോയിന്റ് സെക്രട്ടറി തുടങ്ങിയ നിലകളിൽ പ്രവർത്തിക്കുകയും ഇന്നോളം പാർട്ടി അനുഭാവിയായും സഹയാത്രികനായും തുടരുകയും ചെയ്തു വരുന്ന വ്യക്തിയാണ്. പിന്നീട് ജോലി ആവശ്യാർത്ഥം ചെന്നൈയിലേക്ക് പോയ കാര്യമൊക്കെ പറയുന്നുണ്ട്. നിലവിൽ കേരളത്തിൽ പാർട്ടി തലശ്ശേരി ഏരിയ, ന്യൂമാഹി ലോക്കൽ കമ്മിറ്റി പ്രദേശങ്ങളിലെ പാർട്ടി നേതാക്കളുമായും സംവിധാനങ്ങളുമായും ബന്ധപ്പെട്ട് സാധ്യമായ അനുഭവ പ്രവർത്തനങ്ങളെല്ലാം പങ്കുവെച്ചു വരുന്നു. അതായത് ഞാനൊരു പാർട്ടി പ്രവർത്തകനാണെന്നും മുൻ പാർട്ടിയുടെ ഭാരവാഹി ണെന്നും നിലവിൽ പാർട്ടിയോട് സാധിക്കുന്ന രീതിയിലെല്ലാം ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു അനുഭാവിയാണെന്നും പറഞ്ഞുകൊണ്ട് തൻ്റെ പാർട്ടിയിൽ നടക്കുന്ന ചില അപജയങ്ങൾക്കെതിരെ, പാർട്ടിയിൽ തന്നെ സംഭവിച്ചിട്ടുള്ള ചില അപചുതികൾക്കെതിരെ അദ്ദേഹം അന്നത്തെ പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്തിട്ടുള്ള ഒരു പരാതി ഈ പറയുന്ന പാർട്ടിയുടെ അംഗം തന്നെയാകുന്ന പാർട്ടിയുടെ UK ഘടകത്തിന്റെ ചുമതല വഹിക്കുന്ന രാജേഷ് കൃഷ്ണൻ എന്ന് പറയുന്ന ആള് ഡൽഹിയിലെ ഹൈക്കോടതിയിൽ കൊണ്ട് സത്യവാങ്മൂലത്തിന് സഹിത സമർപ്പിക്കുന്നത്. കോടതിയിൽ നിങ്ങളൊരു രേഖ സമർപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങളൊരു അഫിഡവിറ്റ് സമർപ്പിക്കണം. ഞാൻ ഈ സമർപ്പിക്കുന്ന രേഖ സത്യവും ശരിയുമാണെന്ന് എനിക്ക് നേരിട്ട് ബോധ്യമുണ്ട്. അതായത് ഇത് ഷർഷാദ് ബനിയണ്ടി എന്ന് പറയുന്ന ആള് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയ്ക്ക് തനിക്കെതിരായി കൊടുക്കുന്ന പരാതിയാണെന്ന് ഈ പറയുന്ന രാജേഷ് കൃഷ്ണ തന്നെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് കൊടുത്തിട്ടുള്ള പരാതിയാണ്. ആ പരാതിയാണ് ഇപ്പോൾ ഇവിടെ മാധ്യമങ്ങൾക്ക് വലിയ ചർച്ചയായിട്ടുള്ളത്. അതായത് പാർട്ടി അനുഭാവി പാർട്ടിയിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കെതിരെ കൊടുത്തിട്ടുള്ള പരാതി പാർട്ടി അനുഭാവി തന്നെ പുറത്തു കൊണ്ടുവന്നു. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മാധ്യമങ്ങൾക്കും പ്രതിപക്ഷങ്ങളും മെക്കെട്ട് കയറുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. രണ്ട്, ഇനി ഇതിലത്തെ രാഷ്ട്രീയവും കുടുംബവും ഒക്കെ മാറ്റിവെക്കൂ. ഇവിടുത്തെ ഗൗരവമുള്ള ആരോപണം എന്താണ്? ഇവിടുത്തെ സംസ്ഥാനത്തുള്ള CPMന്റെ സമുന്നതരായിട്ടുള്ള പല നേതാക്കന്മാരും അവരുടെ സ്വത്ത്, അവർക്ക് കേരളത്തിൽ സമ്പാദിക്കുന്ന സ്വത്ത് UK-യിൽ ഇൻവെസ്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ UK-യിൽ നിന്ന് പണം ഇങ്ങോട്ട് ലോണ്ടർ ചെയ്യാനും ഈ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ഒരാളെ മാധ്യമമായിട്ട് ഉപയോഗിക്കുന്നു. രാജേഷ് കൃഷ്ണ ഇവരുമായിട്ടുള്ള ബന്ധവും ഇവരിലുള്ള തൻ്റെ സ്വാധീനവും പല അനധികൃതമായിട്ടുള്ള പ്രവർത്തികളും നടത്താൻ വേണ്ടി സഹായിക്കുന്നു. ഈ പറയുന്ന ഷർഷാദിന്റെ കംപ്ലൈന്റിൽ ആദ്യം ഈ രാജേഷ് കൃഷ്ണയെ കാണുന്നത് എങ്ങനെയാന്ന് പറയുന്നത്, ഡൽഹിയിൽ പോയ സമയത്ത് പാർലമെന്റ് സന്ദർശിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയാതിരുന്ന സമയത്ത് CPMന്റെ സംസ്ഥാന സെക്രട്ടറി, അന്ന് മന്ത്രിയായിരുന്നു, ഈ പറയുന്ന MV ഗോവിന്ദന്റെ മകനായിട്ടുള്ള ശ്യാം ഗോവിന്ദനെ ബന്ധപ്പെടുകയും ശ്യാം ഗോവിന്ദൻ രാജേഷ് കൃഷ്ണൻ എന്നൊരാളെ നിങ്ങളെ ഇപ്പൊ വിളിക്കും, അയാൾ എല്ലാം ശരിയാക്കി തരുമെന്ന് പറയുകയും രാജേഷ് കൃഷ്ണൻ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചതിന് ശേഷം അന്നത്തെ ബിജു, ആലത്തൂർ MP ആയിരുന്ന ബിജുവിന്റെ പേഴ്സണൽ സ്റ്റാഫിലുള്ള ഒരാൾ വന്നിട്ട് ഇവരെ പാർലമെന്റ് മുഴുവൻ കാണിക്കുകയും രാജേഷ് കൃഷ്ണൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. രണ്ട്, ഇവിടെ പറയുന്ന ആരോപണം എന്താ? ഈ പറയുന്ന ശ്യാം ഗോവിന്ദൻ ഒരാൾക്ക് പണം കൊടുക്കാൻ, അത് കേരളത്തിലെ ഒരു മുതിർന്ന IPS ഓഫീസറാണ്, അയാൾക്ക് കൊടുക്കാനുള്ള പണവുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ശ്യാം ഗോവിന്ദന്റെ മീഡിയേറ്ററായിട്ട് രാജേഷ് കൃഷ്ണനും ഈ പോലീസുകാരുടെ മീഡിയേറ്ററായിട്ട് ഇയാളും വന്നു. ഇവർ തമ്മിൽ ഈ സംസാരിച്ച് ഈ പ്രശ്നം ഒത്തുതീർപ്പാക്കി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ ശ്യാം ഗോവിന്ദൻ ഈ പാർട്ടിയിലെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പണം സമ്പാദിക്കുന്നുണ്ട് എന്ന് പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് രാജേഷ് കൃഷ്ണയുടെ പ്ലാസ്റ്റിസേവുമായി ബന്ധപ്പെട്ടത് സ്റ്റേറ്റിനെതിരെയുള്ള ആരോപണമാണ്, സർക്കാരിനെതിരെയുള്ള ആരോപണമാണ്. എന്താ, UK-യിലെ ഒരു എന്താ പറയുക, ഒരു പേപ്പർ കമ്പനി, നിലവിലില്ലാത്ത ഒരു വ്യാജ കമ്പനി കേരളത്തിലെ ശുചിത്വ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് ഒരു ഇംഗ്ലീഷുകാരൻ മാത്രമുള്ള ഒരു വ്യാജ സംഘം കേരളത്തിൽ വന്ന് സന്ദർശനം നടത്തുകയും അത് കേരളത്തിൽ എന്തോ ശുചിത്വ പരിപാലന മേഖലയിലെ കുതിച്ചുചാട്ടമാണെന്ന്
പറഞ്ഞുകൊണ്ട് സംസ്ഥാനത്ത് മന്ത്രി ഉൾപ്പെടെ വാർത്താ സമ്മേളനം നടത്തുകയും ആ ഇടപാടിന്റെ പേരിൽ 50 ലക്ഷം രൂപ അനധികൃതമായിട്ട് ലോണ്ടർ ചെയ്യുകയും ചെയ്തു എന്നുള്ളത് സ്റ്റേറ്റ് ഗവൺമെന്റിനെതിരെ പോലുള്ള ആരോപണമാണ്. അതേപോലെ തന്നെ നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ ഈ ഇത് ഭയങ്കര എക്സ്പ്ലോസീവ് ആയിട്ടുള്ള പരാതിയാണ്. ഞാനൊരു കാര്യം കൂടി പറയട്ടെ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ 4-5 ഏജൻസികൾക്ക് മുമ്പിൽ ഓൾറെഡി പരാതികളുണ്ട്. അതായത് ഇവിടെ MA ബേബിക്കോ അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോയ്ക്ക് മാത്രമല്ല പരാതി ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് 2023 കേരള ഹൈക്കോടതിക്ക് മുമ്പിൽ ഒരു ഹർജി ഉണ്ടായിരുന്നു. 848/2023 എന്നുള്ളതാണ് ഹർജി. ആ ഹർജിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റുകളിൽ അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന് കൊടുത്തിട്ടുള്ള 2022 പരാതി ഉണ്ട്. ആ കോടിയേരി ബാലകൃഷ്ണന് കൊടുത്തിട്ടുള്ള പരാതി എടുത്ത് വായിച്ചു നോക്കൂ. അതിൽ സ്തോഭജനകമായിട്ടുള്ള നിരവധി വിവരങ്ങൾ പറയുന്നുണ്ട്. അതിൽ സിനിമാ മേഖലയെ പറ്റി, സാംസ്കാരിക മേഖലയെ പറ്റി ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ രാഷ്ട്രീയ മേഖലയിൽ പല ഉന്നതന്മാരായിട്ടുള്ള CPM നേതാക്കൾക്കും ഈ രാജേഷ് കൃഷ്ണനുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ച് എങ്ങനെയാണ് ഒരാളുടെ അക്കൗണ്ടിലൂടെ ഒരു ഒറ്റ കാര്യം ഞാൻ പറയട്ടെ, ഈ പറയുന്ന ഷർഷാദ് ബനിയണ്ടിക്ക് തന്നെ ഫെഡറൽ ബാങ്കുമായി ബന്ധപ്പെട്ട് ഒരു ലോണ് തിരിച്ചടയ്ക്കാൻ പ്രയാസം വന്നിട്ട് സമയത്ത് അയാൾക്കെതിരെ റിക്കവറി നടപടി ഉണ്ടായ സമയത്ത് ഈ രാജേഷ് കൃഷ്ണയുടെ ഒറ്റ ഫോൺ കോളിൽ അന്നത്തെ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് ഫെഡറൽ ബാങ്കിന്റെ റീജിയണൽ മാനേജറെ വിളിച്ചിട്ട് ആ നടപടി നിർത്തിവെക്കണമെന്ന് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആ നടപടി നിർത്തിവെക്കുകയും ഒരു ധനമന്ത്രി നേരിട്ടൊരു ബാങ്കിന്റെ ഉദ്യോഗസ്ഥനെ വിളിക്കുന്നത് തന്റെ കരിയറിലെ ആദ്യത്തെ അനുഭവമാണെന്ന് അയാൾ പറഞ്ഞു എന്ന് ഷർഷാദിന്റെ പരാതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ധനമന്ത്രിക്കെതിരെ നേരിട്ടുള്ള ആരോപണമുണ്ട്. ഇത്രയും ഗൗരവകരമായിട്ടുള്ള ആരോപണങ്ങൾ നിൽക്കുമ്പോൾ ഇതിനെ ഒന്നും അഡ്രസ് ചെയ്യാതെ, ഇതൊന്നും എന്തുകൊണ്ട് ശരിയല്ലെന്ന് പറയാതെ, ഇവിടെ എന്തുകൊണ്ട് ഇപ്പൊ PMLA പ്രകാരം, FMA പ്രകാരം അല്ലെങ്കിൽ ഫെറ പ്രകാരമുള്ള സംഭവം ED എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്ന് ചോദിക്കാം. പക്ഷേ പ്രെഡിക്കേറ്റ് ഒഫൻസ് ഇല്ലാതെ, ഒരു FIR ഇല്ലാണ്ട്, ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ് ഇല്ലാണ്ട് EDക്ക് കേസെടുക്കാൻ സാധിക്കില്ല. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കണ്ണൂർ പോലീസിന് മുമ്പിൽ പരാതിയുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് DGPക്ക് മുമ്പിൽ പരാതിയുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിക്ക് മുമ്പിൽ പരാതി ഉണ്ടായിരുന്നു. കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിക്ക് മുമ്പിൽ ഒരു പരാതി പെൻഡിംഗ് നിൽക്കുന്നുണ്ട്. ഇത്രയും പരാതികളുള്ളപ്പോൾ ഈ പറയുന്ന ഏജൻസികൾക്ക് മുമ്പിലെല്ലാം ഈ വിവരങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ CPMന്റെ മുതിർന്ന നേതാക്കന്മാർക്കെതിരെ ആരോപണം ഉന്നയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഇതിനൊന്നും മറുപടി പറയാതെ ഈ പരാതി പറയുന്ന ആൾക്ക് ഇത് ഉന്നയിക്കാനുള്ള അവകാശമേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടും ഈ ആരോപണങ്ങളൊക്കെ മാതൃഭൂമി പോലത്തെ ഒരു സ്ഥാപനം ഉന്നയിക്കാനേ പാടില്ലായിരുന്നു എന്ന ഭീഷണി കൊണ്ടും നിങ്ങൾ ആരുടെ വായടപ്പിക്കുമെന്നാണ് വിചാരിക്കുന്നത്? ഇതിൽ ഉത്തരം അറിയാൻ പൊതുസമൂഹത്തിന് അവകാശമുണ്ട്. ഈ പറയുന്ന രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ആൾക്ക് ഇവിടെ നിന്ന് പണം കൊണ്ടുപോകാനും അവിടെ നിന്ന് പണം അയക്കാനുമുള്ള ഇടനിലയായിട്ട് ഇവിടുത്തെ CPMന്റെ സന്നാഹങ്ങളും സംവിധാനങ്ങളും മുഴുവൻ പ്രവർത്തിച്ചിട്ടുണ്ടോ? ഈ പറയുന്ന ഷർഷാദിന്റെ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ? അതല്ലെങ്കിൽ അത് സത്യമല്ലെന്ന് വിശദീകരിക്കേണ്ട ബാധ്യതയിൽ നിൽക്കില്ലേ? ഈ ആരോപണം ഉന്നയിക്കുന്ന ആളെ ചർച്ച ചെയ്യുന്ന മാധ്യമങ്ങളെ മുഴുവൻ പഠിക്കുന്നതിൽ എന്താ അർത്ഥം?